സെക്കൻഡ് മൊഡ്യൂളിൽ 3 ടോപ്പിക്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് ആസ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെൻറ്റ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ ഡിസൈൻ തിങ്കിങ് എന്തുവാണെന്നും അതുപോലെ തന്നെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. മെയിൻലി ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന് 5 സ്റ്റേജസ് ആണുള്ളത്. എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സാണ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ് ടൈപ്പും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെൻറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, അതായത് ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസ്. അതിൽ ഡിസൈൻ തിങ്കിങ് എന്തുവാണെന്നും ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ് ഏതുവാണെന്നൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ്, ഡിസൈൻ തിങ്കിങ്. Design thinking is a design methodology that provides a solution-based approach to solving problems. അതായത് ഇറ്റ്സ് എ പ്രോസസ് ഫോർ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. സിംപിളി പറയുകയാണെങ്കിൽ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം ഓർ ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം എന്ന് പറയും. സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്, ഫൈൻഡിങ് സൊല്യൂഷൻ. ആൻഡ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും, ഐട്രേറ്റീവ് പ്രോസസ്സ് ആയിരിക്കും. ഐട്രേറ്റീവ് പ്രോസസ്സ് മീൻസ് ഇപ്പം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ എത്രമാത്രം റീവർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ബെറ്റർ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് teams use to understand users, challenge assumptions, redefine problems and create innovative solutions to prototype and test. അതായത് ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആണെന്ന് പറഞ്ഞു, ഐട്രേറ്റീവ് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. ഇത് യൂസറിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ത്രൂ എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ഒരു മോഡലായിരിക്കും, പ്രോട്ടോടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐട്രേറ്റീവ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ്. ഡിസൈൻ തിങ്കിങ്ങിൻ്റെ പ്രോസസ്സാണ്. ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ നമുക്ക് മെയിനായിട്ടും 5 ഫേസസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. എംപത്തൈസ് മീൻസ് ഫൈൻഡിങ് ദി പ്രോബ്ലംസ്, യൂസറിൻ്റെ പ്രോബ്ലം എന്തുവാന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് എംപത്തൈസ്. ഡിഫൈൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ച്വൽ പ്രോബ്ലം, മീൻസ് അതായത് യൂസറിന് എക്സാക്ട്ലി എന്താണ് വേണം, എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് ഡിഫൈനിലാണ്. നെക്സ്റ്റ് ഈസ് ഐഡിയേറ്റ്. ഇവിടെയാണെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂസറിൻ്റെ എക്സാക്റ്റ് നീഡ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഐഡിയേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് മീൻസ് ക്രിയേറ്റ് മോഡൽസ് ഓർ പ്രോട്ടോടൈപ്പ്. ഫൈനലി ടെസ്റ്റ്. ടെസ്റ്റ് മീൻസ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത മോഡലിനെ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്സിനെ ടെസ്റ്റ് ചെയ്തിട്ട് യൂസേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ടു സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ആർ അൺക്ലിയർ ഓർ അൺനോൺ. This is the pictorial representation of design thinking stages. നിങ്ങൾക്ക് കാണാം. എംപത്തൈസ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. ഇപ്പം ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഈ 5 ഫേസസിലൂടെയും പാസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. ആ ടാസ്ക് ഈ 5 ഫേസസിലൂടെയും പാസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എംപത്തൈസ്. എംപത്തൈസ് മീൻസ് പറഞ്ഞു യൂസേഴ്സിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്ന സ്റ്റേജാണ് എംപത്തൈസ് എന്ന് പറയുന്നത്.
Designers should gain an empathetic understanding of the problem that they are trying to solve, typically through user research. Empathy is crucial to a human-centered design process such as design thinking because it allows you to set aside your own assumption about the world and gain real insight into users and their needs. Last point, place yourself as an end user and identify the user expectations and needs. അതായത് എംപത്തൈസ് എന്ന് പറയുന്നത് ദ ഡിസൈനർ ഷുഡ് നോ ദ യൂസർ. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡിസൈനർ ഷുഡ് നോ എബൌട്ട് ദ യൂസർ. ദാറ്റ് മീൻസ് ഇപ്പം ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഡിസൈനർ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണോ ഡെവലപ്പ് ചെയ്യുന്നത് അവരാണല്ലോ നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം യൂസേഴ്സിനെ കുറിച്ച് ആദ്യമേ തന്നെ ഡിസൈനർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തുവാണെന്നും അവരുടെ ഗോൾ എന്തുവാണെന്നും അവരുടെ എക്സാക്റ്റ് നീഡ് എന്തുവാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ബിഫോർ ഡിസൈനിങ് എ പ്രോഡക്റ്റ് the designer should know about the user and their expectations, needs and goal, etc. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈനർ അറിഞ്ഞിരിക്കണം. എംപത്തൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് യൂസർ ഇൻ്റർവ്യൂ ആവാം, ഒബ്സർവ് ഓർ ഇൻട്രാക്റ്റ്. അതായത് ഇപ്പോൾ പറഞ്ഞു ഡിസൈനർ യൂസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ബിഫോർ ഡിസൈനിങ് എ പ്രോഡക്റ്റ്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് യൂസറിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ത്രൂ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഡിസൈനറിന് യൂസറെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ പാസ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ യൂസറിനെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ യൂസറുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഈ ഫേസാണ് എംപത്തൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ. ഇറ്റ്സ് ടൈം ടു അക്യുമുലേറ്റ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഡ്യൂറിങ് ദ എംപത്തൈസ് സ്റ്റേജ്. Then analyze the observations and synthesize them to define the core problems that the team have identified. These definitions are called problem statements. The problem definition should be clear and unambiguous. Define the objectives or user requirements. അതായത് ഡിഫൈൻ എന്ന് പറയുന്നത് ഈ ഡിഫൈൻ സ്റ്റേജ് നടക്കുന്നതെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എക്സാക്റ്റ് നീഡ് ഓഫ് ദ യൂസേഴ്സ്. അതായത് എക്സാക്ട്ലി യൂസറിന് എന്തുവാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്ന സ്റ്റേജാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനെയറൊക്കെ നടത്തി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയോ അല്ലെങ്കിൽ യൂസേഴ്സിനായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് അവരെ ഒബ്സർവ് ചെയ്തൊക്കെ കുറച്ച് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റാസിൽ നിന്നും യൂസേഴ്സിൻ്റെ എക്സാക്റ്റ് നീഡ്, അവർ മെയിൻലി അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഡിഫൈൻ, ദാറ്റ് മീൻസ് ഡിഫൈൻ എവറിത്തിങ് എബൌട്ട് ദ യൂസർ. ഈ യൂസറിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് യൂസറിന് വേണ്ട പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേജാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് എക്സാക്റ്റ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ പ്രോസസ്സ്, ആ ഒരു സ്റ്റേജാണ് ഇത് ഡിഫൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡിയേറ്റ്. ഐഡിയേറ്റ് മീൻസ് ജനറേറ്റിംഗ് സൊല്യൂഷൻ. The solid background of knowledge from the first two phases means you can start to think outside the box. Look for alternative ways to view the problem and identify innovative solutions to the problem statement you have created. മെയിൻലി ബ്രെയിൻ സ്റ്റോമിങ് ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ സൊല്യൂഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻലി ബ്രെയിൻ സ്റ്റോമിങ് ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. Ideate means come up with some unique ideas.
ഇതെന്ന് പറഞ്ഞാൽ തേർഡ് ഫേസാണ്. ഈ ഐഡിയേറ്റ് എന്ന് പറഞ്ഞ ഫേസിലായിരിക്കും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഐഡിയാസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഒന്നെങ്കിൽ ത്രൂ ഇമാജിനേഷൻ ഓർ വെരിഫിക്കേഷൻ, ഈ പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും. അപ്പം ഡിസൈനർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അതായത് എംപത്തൈസ് ചെയ്ത് പിന്നെ അതിനെ ഡിഫൈൻ ചെയ്തിട്ട് ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നൊക്കെ മനസ്സിലാക്കി, യൂസറിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ആക്ച്വൽ നീഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെ ബേസിസിൽ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജാണ് ഐഡിയേറ്റ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് ആയിരിക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഇവിടെയാണെങ്കിൽ മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ 3 സ്റ്റേജസ്, അതായത് എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ് എന്നൊക്കെ പറയുന്നത് റിസർച്ച് ഏരിയാസ് ആയിരുന്നു. അതായത് യൂസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, യൂസറിൻ്റെ പ്രോബ്ലംസും അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന റിസർച്ച് ഏരിയാസ് ആയിരുന്നു ഇത്രയും പറഞ്ഞ ഈ 3 കാര്യങ്ങൾ. ഇനി ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് യൂസറിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അതിനെ മോഡൽ ചെയ്യുന്നു. യൂസറിൻ്റെ പ്രോബ്ലത്തിന് മനസ്സിലാക്കി അതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ഫേസ്. The aim is to identify the best possible solution for each problem found. Designer team should produce some inexpensive, scaled-down versions of the product to investigate and validate the ideas they generated. This could involve simply paper prototyping, simulations, 3D models, or animation and etc. അതായത് ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ്. അതായത് ഇവിടെയാണ് നമ്മൾ മോഡലൊക്കെ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് റിസർച്ച് പാർട്ടായിരുന്നു. അവിടെ നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഡിസൈനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിസൈനൊക്കെ നമ്മൾ മോഡൽസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത് പ്രോട്ടോടൈപ്പിലാണ്. ദാറ്റ് മീൻസ് ടേൺ ഓർ ഐഡിയാസ് ഇൻ ടു ഇൻട്രാക്റ്റീവ് മോക്കപ്പ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രോട്ടോടൈപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലവ് കുറഞ്ഞ ദാറ്റ് മീൻസ് ഇപ്പം ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഡിസൈനൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കാതെ കുറഞ്ഞ ചിലവിൽ നമ്മൾ ഡിസൈൻസിനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കും. ആ കുറഞ്ഞ ചിലവിലെന്ന് പറയുന്നത് ചിലപ്പം മോഡൽ എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ ചിലവിൽ മോഡൽസ് ഡിസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നെങ്കിൽ പേപ്പർ പ്രോട്ടോടൈപ്പിംഗ് ആകാം, സിമുലേഷൻസ് ആകാം, അല്ലെങ്കിൽ 3D മോഡൽസ്, അനിമേഷൻസ്, ഇങ്ങനെ ഇതിലേതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും നമ്മൾ മോഡൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്റ്റേജാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ കുറഞ്ഞ ചിലവിൽ മോഡൽസിന് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ടെസ്റ്റ്. ടെസ്റ്റ് മീൻസ് അറിയാമല്ലോ, നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത മോഡലിന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യുന്നു യൂസറിൽ നിന്ന്. Evaluators rigorously test the prototype. Although this is the final phase, design thinking is iterative. Teams often use the results to redefine one or more further problems, so they can return to previous stages to make further iterations, alterations and refinements to identify the best alternative solution. അതായത് നമ്മൾ കുറഞ്ഞ ചിലവിൽ ഒന്നിൽ കൂടുതൽ മോഡൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞു. ഈ നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡൽസിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഐട്രേറ്റീവ് നേച്ചറാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതിൽ വർക്ക് ചെയ്യും. എന്നിട്ട് ബെസ്റ്റ് സൊല്യൂഷൻ, അതായത് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാകും. ആ എല്ലാ സൊല്യൂഷൻസിനും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അതിന് നമ്മൾ ഫൈനലൈസ് ചെയ്യും. ആ പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്, അതിൽ ഡിസൈൻ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ 5 സ്റ്റേജസ് എന്താണെന്ന് പറഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.